ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലിവർ, റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു 60-70 കിലോമീറ്റർ വേഗത്തിലൊക്കെ പോകുമ്പോൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് ശരിക്കും കാർബറേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ ഫസ്റ്റ് ഗിയറിടുമ്പോൾ അടിയുണ്ടെന്നോ അങ്ങനത്തെ ഒരു സൗണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ ഒരു ബോൾട്ട് പോയിട്ടുണ്ടോ അതൊന്ന് പിടിപ്പിക്കുക. ബ്രേക്ക് ചെക്കപ്പ്, ജനറൽ സർവീസ്, ബാറ്ററി ചാർജിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മോട്ടോറിൻ്റെ ഓയിൽ മേടിച്ച് തന്നിട്ടുണ്ട് കസ്റ്റമർ. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഒറിജിനൽ ലൈനറൊന്നുമല്ല, പക്ഷേ പുതിയ ലൈനർ കിടക്കണം. അപ്പോൾ നമുക്കതൊന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആക്കാം. പുതിയ ലൈനറാണ്. നെക്സ്റ്റ് ടൈം മാറ്റിയിട്ട് നമുക്ക് ഒറിജിനൽ ഇടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. കാരണം ഇത് ഈ ലൈനറൊക്കെ ഒരുപാട് പൊടി ഉണ്ടാവും ഹബ്ബിനകത്ത്. അപ്പോൾ ഹബ്ബൊക്കെ എക്സ്ട്രാ തേയ്മാനം വരാനതൊരു കാരണമാണ്. ഇപ്പം നിലവിൽ ഹബ്ബിൻ്റെ ഭാഗത്തൊരു സ്റ്റെപ്പ് പോലുള്ള തേയ്മാനമൊക്കെ ഉണ്ട് നിലവിൽ. പിന്നെ ഈ ബാക്കിലത്തെ ബെയറിങ്ങിൻ്റെ സീറ്റിങ് ചെറിയൊരു പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബെയറിങ് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട്. ഈ വീൽ ഡാമ്പർ റബ്ബർ സെറ്റിന് നല്ല പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ ചെയിൻ്റെ വലിയൊരു ഇത് മാറി കിട്ടും. ഒരു ഫ്രീ പ്ലേ ഉണ്ട്, മാറി കിട്ടും. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചത്. എയർ ഫിൽറ്ററും അതിൻ്റെ ഹോൾഡർ സെറ്റും മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ ഹോൾഡറൊക്കെ ലൂസായ ഒരവസ്ഥയിലാണ്. അപ്പോൾ അത് 100-110 രൂപയാണ് നമുക്ക് എയർ ഫിൽറ്റർ വരാം. 110 രൂപ അടുത്ത് തന്നെ ഹോൾഡറും വരും. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. പിന്നെ എൻജിൻ സൈഡ് ലീക്ക് ഉണ്ട്. എൻജിൻ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മൾ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ നമ്മൾ വണ്ടി ഇറക്കി വെച്ചിട്ട് വണ്ടി കയറ്റുമ്പോഴായാലും വണ്ടി വെച്ച ഭാഗത്ത് ഓയിൽ താഴെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി കൂട്ടത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ ഒട്ടുമിക്ക ഓയിലും പോയേക്കാണ്. സ്പോക്കറ്റ് ഓയിൽ കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലഗ് റബ്ബർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ ഓയിലും ലീക്കാണ് ഇതിനകത്ത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ മയം ശരിക്കും കാണാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഗിയറിൻ്റെയാണ്. അപ്പോൾ ഓയിൽ കിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ ഉള്ളത് സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ എന്ന് വെച്ചാൽ ഫുള്ള് പശയൊക്കെ ഇട്ട് വെച്ചേക്കണേ. അത് അഴിഞ്ഞ് കിട്ടില്ല എന്നുള്ള ദിവസമൊക്കെ കണ്ടറിയേണ്ടി വരും. അഴിഞ്ഞ് കിട്ടായിയൊന്നുമില്ല, കിട്ടും. പക്ഷേ അതിന് വല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ലീക്ക് വന്നേക്കണേന്നുണ്ടെങ്കിൽ അത് 100% നമുക്ക് റെഡിയായി കിട്ടണമെന്നില്ല. അഴിച്ച് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ടൈമിംഗ് ചെയിൻ്റെ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് 100% നമുക്ക് ചെയിൻ മാറ്റിയത് കൊണ്ട് ക്ലിയർ ആവണമെന്നില്ല. കാരണം എഞ്ചിൻ കേസിനും പുഷ് റോഡിനും ഇടയിൽ വന്ന ഒരു ഗ്യാപ്പ് വരും ചെറുതായിട്ട് പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ട്. അതിൻ്റെ സൗണ്ടായിട്ടാണ് നമുക്ക് തോന്നണേ. ഇപ്പം നമുക്ക് എഞ്ചിൻ ഓയിൽ ടൈമിംഗ് ചെയിൻ അഴിച്ച് മാറ്റിയത് കൊണ്ട് നമുക്ക് 100% പെർഫെക്ഷനിലേക്ക് കിട്ടണമെന്നില്ല. ബാറ്ററി 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിന് വണ്ടിയും ഇരിക്കണേ. തീരെ ചാർജ് കുറവാണ്. അപ്പോൾ അഴിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് വെച്ചിട്ടാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഈ കവറിൻ്റെ ഇവിടെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ് പോയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടേണ്ടി വരും. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് കവർ ഫുള്ളായിട്ട് അഴിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു മിസ്സിങ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള E20 എന്ന് പറഞ്ഞ പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടിയുടെ അതായത് കാർബറേറ്ററൊക്കെ ദ്രവിച്ച് പോകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ മേജറായിട്ട് വലിയ ലീക്കേജോ അല്ലെങ്കിൽ വലിയ മിസ്സിങ്ങൊക്കെ കാണിക്കുകയാണെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അഴിച്ച് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാർബറേറ്റർ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നിലവിൽ കുഴപ്പമില്ലെങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഓവർഫ്ലോ വന്നേക്കാം. ചില കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് പറയാം, നോക്കിയിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമാണ് നമ്മൾ കാർബറേറ്ററിൻ്റെ കേസ് അഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡൊക്കെ നമ്മൾ ഫ്രണ്ട് വീലൊക്കെ അഴിക്കും. ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിസ്സാരം കൂടി ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഫോർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയേക്കണതുകൊണ്ട് തന്നെ കേബിളൊക്കെ ഇവിടെ ഒരു ഒടിഞ്ഞ കണ്ടീഷനിലേക്ക് നിൽക്കണേ. അതുകൊണ്ടാണ് ആ ബ്രേക്ക് നമുക്കൊരു സ്മൂത്തായി കിട്ടാത്തത്. പിന്നെ ഫ്രണ്ടിലത്തെ റിമ്മിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ കുറ്റിയുടെ ഭാഗത്തൊക്കെ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.